ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെയും KSFEയുടെ കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ട് വഴി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. ഭൗതിക സാഹചര്യങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം കുട്ടികളുടെ ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ നടപടി വേണമെന്നും സാമൂഹിക ഉത്തരവാദിത്തമുള്ളവരായി കുട്ടികളെ മാറ്റാൻ കഴിയാതിരുന്നാൽ വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടങ്ങൾ സമൂഹത്തിന് ഗുണമുള്ളതായി മാറില്ലെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ MP അഭിപ്രായപ്പെട്ടു. നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും കണ്ടെത്താനും അത് തിരുത്താനും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ കഴിയും. അത് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാം ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നമ്മുടെ സമൂഹം കാണുന്നു. ആ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കൂടി നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനം കൊണ്ട് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ മറന്നേക്കാം. രക്ഷകർത്താക്കൾക്ക് കുറേ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുമ്പോൾ പേടിയാണല്ലേ? രക്ഷകർത്താക്കൾ പേടിയാണ് മക്കളെ, അതാണ്. എന്നാൽ ഒരു അമ്മ ഒരു കുഞ്ഞിനോട് രാവിലെ ചോറ് കൊടുത്ത് വിടുമ്പോൾ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, അത് വൈറലായിരുന്നു. അതെല്ലാ സ്ഥലത്തും വൈറലായിരുന്നു. നമ്മളെ പലരോടും ചോദിക്കുമ്പോൾ അറിഞ്ഞില്ല. എല്ലാ ദിവസവും ചുറ്റുപാത്തിൽ ചോറാക്കി കൊടുക്കുമ്പോൾ അമ്മ കുഞ്ഞിനോട് പറയാറുണ്ടായിരുന്നു, ഈ ചോറ് എങ്ങനെയാണ് ഈ പാത്രത്തിൽ വന്നത് എന്ന് നീ മനസ്സിലാക്കണം. എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധവും സഹിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും കാലത്ത് ചുറ്റുപാത്രത്തിൽ നിനക്ക് ചോറാക്കി തരാൻ കഴിയുന്നത്. അതുകൊണ്ട് നീ ഒരു കാരണവശാലും ഒരു വറ്റ് പോലും കളയാതെ കഴിക്കണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. KSFEയുടെ സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ട് വഴി 12.5 ലക്ഷം രൂപ ചെലവിലാണ് കമ്പ്യൂട്ടർ ലാബ് നവീകരണം പൂർത്തിയാക്കിയത്. കലോത്സവത്തിന് ഒരു ഊണ് പദ്ധതി വഴി പുതിയ സ്റ്റേജ് നിർമ്മാണവും പൂർത്തിയാകുന്നു. 2025 വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും LSS, USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കുകയുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷനായി. സത്യസന്ധമായി വിലയിരുത്തുന്ന ഏവർക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ്. ബഹുമാനപ്പെട്ട MP ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ സമയം നഷ്ടപ്പെടുത്തി സംസാരിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ പൊൻതൂവ് ചാർത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ഈ കെട്ടിടവും അതുപോലെ തന്നെ KSFEയുടെ പിന്തുണയോടെ ലാബിൻ്റെ നവീകരണവും നമ്മുടെ സ്റ്റേജും അതുപോലെ തന്നെ ഇത്തരം സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ അത്തരം നന്മകൾക്കും വികസനത്തിനും മുകളിൽ കരിമ്പടം പുതപ്പിക്കാൻ ചില പ്രചരണ പ്രവർത്തനങ്ങളും സമാന്തരമായി നടക്കുന്നു എന്നത് ഖേദകരമാണ്. നമ്മുടെ നാടിൽ നിന്ന് കണ്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ലോകരാജ്യങ്ങൾ പോലെ അഭിനന്ദിക്കത്തക്ക രീതിയിലേക്ക് നമ്മുടെ കേരളം മാറുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന പൗരന്റെ അവകാശം, ആ അവകാശത്തിൽ നിന്നും സത്യത്തെ മറച്ചുവെക്കാൻ വലിയ പരിശ്രമം വർത്തമാനകാലത്ത് നടക്കുന്നു എന്നത് നമ്മെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് വികസനത്തിനുമേൽ പുതപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കരിമ്പടങ്ങളെ
മാറ്റി യഥാർത്ഥ നന്മയെ വീണ്ടെടുക്കാൻ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരണം നടത്തി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ, KSFE ഫിനാൻസ് ജനറൽ മാനേജർ ശരത് ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷലീൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ജാനകി, എല്ലിശ്ശേരി വിശ്വനാഥൻ, കെ ശ്രീവിദ്യ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ, PM ജാഫർ മോൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയൽ, ഹെഡ് മിസ്ട്രസ് ടി ഫാത്തിമ സുഹറ, SMC ചെയർമാൻ AG രാജൻ, MPTA പ്രസിഡന്റ് സുമ അയ്യപ്പൻ, ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി MJ ബിജി, വിദ്യാർത്ഥി പ്രതിനിധി MK അനാമിക, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ N സുനിത, PTA പ്രസിഡന്റ് AV മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. CCV ന്യൂസ്, ചേലക്കര.